എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ +1 വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു മാത്തമാറ്റിക്സ്, അതുപോലെ പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ തന്നെ സംസ്കൃത ശാസ്ത്ര, അതുപോലെ സൈക്കോളജി എന്നിവയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷകൾ നടക്കുന്നത് മാർച്ച് 25-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അപ്പോൾ മാർച്ച് 25-ാം തീയതി ചൊവ്വാഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അതായത് പല വിദ്യാർത്ഥികൾക്കും പല രീതിയിലായിരിക്കും മാർക്ക് ഉണ്ടാവുക. അതായത് ഈ ഒരു കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു ഓൾഡ് സിലബസ് ആണെങ്കിൽ 80-ലാണ് ഈ ഒരു മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് വരിക. അതേസമയം ന്യൂ സിലബസ് വിഭാഗത്തിലുള്ളവർ ആണെങ്കിൽ അവർക്ക് 60-ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത് പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ്. ഈ ഒരു മാത്തമാറ്റിക്സ് 60-ലാണോ എന്ന് പറയുന്ന സമയത്ത് അത് 80-ലല്ലേ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. അപ്പോൾ മാത്തമാറ്റിക്സ് അതായത് 60-ൽ ആണ് എന്ന് പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് 80-ൽ അല്ലേ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 60 മാർക്ക് എന്ന് പറയുന്നത് ന്യൂ സിലബസ് ആണ്. അതായത് ന്യൂ സിലബസ് പ്രകാരം ഈ ഒരു മാത്തമാറ്റിക്സിന് പ്രാക്ടിക്കൽ കൂടിയുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു 60 മാർക്കിലാണ് പുതിയ സിലബസ്. അതായത് മുൻ വർഷങ്ങളിലും ഈ ഒരു ന്യൂ സിലബസിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ പരീക്ഷയാണ് എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ ഓൾഡ് സിലബസ് ആയിരിക്കും, അതായത് പഴയ സിലബസ് ആയിരിക്കും. ഇവിടെ പ്രാക്ടിക്കൽ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 60 മാർക്കിലുള്ള ഈ ഒരു പരീക്ഷ നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ ജയിക്കാനായിട്ട് 18 മാർക്കാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കുള്ള ഈ ഒരു മാത്സിൻ്റെ പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 24 മാർക്ക് നിങ്ങൾ നേടണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ജയിക്കുകയുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ എഴുതുന്ന വിദ്യാർത്ഥികളിൽ ചില വിദ്യാർത്ഥികൾക്ക് 80 മാർക്കിൽ പരീക്ഷയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതുപോലെ ബാക്കിയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 60 മാർക്കിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കിലെ പരീക്ഷയാണുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് നേടേണ്ടതായിട്ടുണ്ട്. 60 മാർക്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷയെങ്കിൽ നിങ്ങൾ 18 മാർക്ക് നേടണം. അതുപോലെ 80 മാർക്കിലെ ഓൾഡ് സിലബസിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 24 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ ചിലരെങ്കിലും ഈ ഒരു 60 മാർക്ക് എന്ന് പറയുമ്പോൾ അത് 80-ലല്ലേ എന്ന് ഈ ഒരു ഓൾഡ് സിലബസിലുള്ള വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 80-ൽ ആണ് എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും 60-ലല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പ്രത്യേകം സൂചിപ്പിക്കുന്നത് മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷ 60-ലും ഉണ്ട്, അതുപോലെ തന്നെ 80-ലും ഉണ്ട്. 60-ലുള്ള ഇത് എന്ന് പറയുന്നത് ന്യൂ സിലബസ് ആണ്. അതുപോലെ തന്നെ 80-ലുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഓൾഡ് സിലബസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സിലബസ് ആണ് എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ഈ ഒരു +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് 80-ലായിരുന്നോ അല്ലെങ്കിൽ 60 മാർക്കിലാണോ എന്നുള്ളതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു മാർക്ക് വാങ്ങിക്കുക. 60 മാർക്കുള്ളതാണെങ്കിൽ ജയിക്കാനായിട്ട് 18 മാർക്കും 80 മാർക്കുള്ളത് ആണെങ്കിൽ 24 മാർക്കുമാണ് ജയിക്കാനായിട്ട് വേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് അതായത് ആകെ എത്ര മാർക്ക് വേണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ ഈ ഒരു 60 മാർക്കിലുള്ള വിഷയമുണ്ടാകും, അതുപോലെ തന്നെ 80 മാർക്കിലുള്ള വിഷയമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതായത് ഒരു വർഷം അതായത് 18 മാർക്ക് 60-ൽ ഉള്ള സബ്ജക്റ്റിന് വായിക്കുക. അതുപോലെ തന്നെ അടുത്ത വർഷം ഈ ഒരു 18 മാർക്ക് വായിച്ച് നിങ്ങൾക്ക് 36 മാർക്ക് വായിച്ച് ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതല്ലെങ്കിൽ 80 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 24 മാർക്ക് വെച്ച് ഓരോ വർഷവും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷം കൂടി 48 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിക്കും. എന്നാൽ നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് മുൻപ് പരീക്ഷയ്ക്ക് കുറവുണ്ടോ അതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ഒരു മാത്സ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് വായിക്കാൻ ശ്രദ്ധിക്കുക. ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങളൊരു 36, 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങളൊരു 48 മാർക്ക്, ഈ ഒരു രീതിയിൽ മാർക്ക് വായിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളോട് ഈ ഒരു രീതിയിൽ മാർക്ക് വായിക്കാൻ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു +2 പരീക്ഷ +2 അല്ല +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പിന്നീട് അടുത്ത വർഷത്തിൽ എന്തെങ്കിലും മാർക്ക് കുറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഡബിൾ പാസ് മാർക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നതാണ്. അതുപോലെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിലും ഡബിൾ പാസ് മാർക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ മാർക്കിൻ്റെ കുറവ് വരികയാണെങ്കിൽ അത് നിങ്ങളെ ഡബിൾ പാസ് മാർക്ക് ഈ ഒരു പരീക്ഷയിൽ വായിക്കുന്നത് കൊണ്ട് നിങ്ങളെ അത് ജയിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ഡബിൾ പാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. അതുപോലെ തന്നെ എത്ര മാർക്കാണ് ഡബിൾ പാസ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ 36, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 48 മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷം കൂടി ജയിക്കാൻ
വേണ്ട ആകെ മാർക്ക് നിങ്ങൾ ഒരു വർഷം നേടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡബിൾ പാസ് മാർക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് 25-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത്, ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. കാരണം നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ മാർക്ക് കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജിനെ അത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.